ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എവിടേക്കാണ് ഈ കുളിച്ച് സുന്ദരിയായിട്ട് ഈ കുഞ്ഞാറ്റ ഇരിക്കണേന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം പർച്ചേസിന് പോകാൻ കേട്ടോ. നാളെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പാപ്പ വന്നു, ഞങ്ങളങ്ങനെ പോയി. പിന്നെ ഇവിടെ ഈ മാളിൽ തന്നെ വന്നിക്കണേ. ഇവിടുത്തെ വലിയ മാളാണ് ഗയാത്തി മാള്. ഇത് റൂവൈസിലാണ് കേട്ടോ. ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് റൂവൈസിക്ക് വരണം ഈ മാളിലേക്ക് എത്തണമെങ്കിൽ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. കുഞ്ഞാറ്റ ഭയങ്കര ഗൗരവത്തിലാണ്. എന്ത് പറഞ്ഞിട്ടും ചിരിക്കണില്ല, എങ്ങനെ കൊഞ്ചിയിട്ടും ചിരിക്കണില്ല. എന്താണെന്നറിയില്ല എത്ര ഗൗരവം. നാളെ അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോന്ന് അതും അറിയില്ല. പിന്നെ എല്ലാവരും അവളെ തന്നെയല്ലേ കൊഞ്ചിക്കണതും മാറി മാറി എടുക്കണതൊക്കെ. പിന്നെ അതാ ഞങ്ങൾ ഇവിടെ വന്നിട്ട് മേലെ കയറിയിട്ടില്ല. ഞങ്ങൾ ഇതുവരെയും ഗയാത്തി മാളിൽ വന്നു എന്നല്ലാണ്ട് ഞങ്ങൾ ഗയാത്തി മാളിൽ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി പറഞ്ഞിരുന്നു കുഞ്ഞാറ്റക്ക് തണുപ്പിനുള്ള ഡ്രസ്സൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ മുകളിലാണ് ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഏരിയ തോന്നുന്നു. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോരോ ഡ്രസ്സുകളും. മനു ഞാനും ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കായിരുന്നു. ഞാൻ മനുവിനോട് പറഞ്ഞിരുന്നു, മനു ഇപ്പോൾ ഇവിടുന്ന് ഒന്നും നോക്കണ്ട കേട്ടോ എന്ന്. നമ്മൾ ദുബായിക്ക് പോകുമ്പോൾ അവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. മനു ഒരു ചെറിയൊരു മൂളിയത്. എങ്കിലും ശരി, ഇഷ്ടമുള്ളത് എടുത്താൽ ബില്ല് കൊടുക്കും. പക്ഷേ മനു ഒന്നും എടുത്തില്ല. ബേബി അങ്ങനെ തണുപ്പിനുള്ള കുപ്പായൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങളങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ മാളാണെന്ന്, മുകളിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് വന്നു. അവിടെയാണ് സാൽമൺ ഫിഷ്. പിന്നെ ഉണ്ട് ഉണക്കമീനാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ നാടൊന്നും മിസ് ചെയ്യൂലെന്ന്. പിന്നെ ഓരോ സെക്ഷനിലും ഓരോരോ സംഭവങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇവിടുന്ന് തന്നെ എന്ത് വാങ്ങാം, ഫുഡ് വാങ്ങാമെന്ന്. ഫുഡിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും ലിഫ്റ്റ് കയറി അങ്ങോട്ട് എത്തി. ഇതുണ്ടോ, കരിച്ചതും പൊരിച്ചതും വറുത്തതും കറി വെച്ചതും അങ്ങനെ പലതരം ഐറ്റംസ്. അപ്പോൾ എൻ്റെ വിഷയം എന്തെടുത്തെന്നറിയോ, ഒരു ഫുൾ കാന്താരി ചിക്കനും ഒരു ഫുൾ ഷവായും പിന്നെ കുബൂസും പത്തിരിയും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടുത്തെ ഈ പാലക് ചീര, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉള്ളിത്തീയൽ ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ട് അത് നോക്കി, പക്ഷെ അതൊന്നും എടുത്തില്ല. അതുപോലെ തന്നെ എല്ലാ നാട്ടിൽ കിട്ടാത്ത പച്ചക്കറികൾ വരെ ഇവിടെ ഉണ്ട്. പിന്നെ എങ്ങനെ നാടിനെ മിസ് ചെയ്യാന്നറിയാം. ബ്രോക്കോളിയൊക്കെ അടിപൊളിയാണ്. ബ്രോക്കോളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ മനു ഇതുപോലെ നമ്മൾ സ്വർണ്ണം നോക്കണ പോലെയാണ് ആണുങ്ങൾ വാച്ച് നോക്കൽ. മനുവും പിന്നെ ബേബിയും കാര്യമായിട്ട് പിന്നെ വാച്ച് നോക്കുമായിരുന്നു കേട്ടോ. വാച്ച് പലതരം വാച്ചും അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വന്നു. എന്തായാലും ശരി, എടുത്ത സാധനങ്ങൾക്കൊക്കെ പക്ഷെ അവിടെ നിന്ന് ബില്ലൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കും. ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കണേ, ടാറ്റ ബൈ ബൈ, സി യു, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഓക്കെ അല്ലേ. ഇനി നാളെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയോ, ദുബായി പോവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട്, ഓക്കെ അല്ലേ. ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു.